കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹത്തിന് പീഡനകാലമായിരുന്നു. അതായത് ഈ ആലപ്പുഴ പാർട്ടിയിൽ PK ചന്ദ്രാനന്ദൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മുതിർന്ന നേതാവാണ് സുധാകരൻ. അത് ഗൗരിയമ്മയ്ക്ക് ശേഷം ചന്ദ്രാനന്ദൻ അച്യുതാനന്ദൻ പിന്നെ തിരുവനന്തപുരത്തായിരുന്നു. ചന്ദ്രാനന്ദൻ കഴിഞ്ഞാൽ പിന്നെ സുധാകരനായിരുന്നു. അടുത്ത ജനറേഷനാണെങ്കിൽ പോലും എല്ലാ വർഷവും ചന്ദ്രാനന്ദൻ മരിച്ചതിന് ശേഷം ഈ പുന്നപ്പുറ വയലാർ രക്തസാക്ഷി വാരാചരണത്തിൻ്റെ പതാക ഉയർത്തുന്നത് ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക് സുധാകരനായിരുന്നു. കഴിഞ്ഞ വർഷം സുധാകരനെ വിളിച്ചില്ല. സുധാകരനെ കൂടാതെ അവർ രക്തസാക്ഷി ദിനാചരണം നടത്തി. അതുകൂടാതെ അടിയന്തരാവസ്ഥ കാലത്ത് മർദ്ദനമേറ്റ ആളാണ്. അടിയന്തരാവസ്ഥക്കെതിരെ സമരം ഈ ജാഥ നയിച്ച് 10-12 SFIക്കാരുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന് മുദ്രാവാക്യം വിളിച്ചു പോയതിൻ്റെ നേതാവ് സുധാകരനാണ്. അന്ന് EMS പറഞ്ഞാണ്, സുധാകര, ഈ അടിയന്തരാവസ്ഥ വെച്ചാൽ നിങ്ങൾ വിചാരിക്കണ പോലെയല്ല, വേണ്ടാത്ത പണിക്ക് നിൽക്കരുത് എന്ന് പറഞ്ഞതുപോലും ധിക്കരിച്ച് അടിയന്തരാവസ്ഥക്കെതിരായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ പ്രകടനം നടത്തി ആ പോലീസിൻ്റെ ഇന്ന് സമൃദ്ധമായിട്ട് മർദ്ദനം അനുഭവിച്ച ആളാണ്. MA ബേബി ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ബേബി നിഷേധിക്കില്ല. ഞാൻ പറഞ്ഞത് അടിയന്തരാവസ്ഥക്കാലത്ത് പ്രകടനം നടത്തി തല്ലുമടിച്ച ആളാണ് സുധാകരൻ. അങ്ങനെയുള്ള ഒരാൾ അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികമുള്ളൂ, 75-76. അപ്പോൾ 2025-26 അത് ആലപ്പുഴയിൽ വെച്ച് നടത്തിയപ്പോൾ സുധാകരനെ പങ്കെടുപ്പിച്ചില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. എന്ന് മാത്രമല്ല, SFIക്കാരും DYFIക്കാരുമായിട്ടുള്ള ഈ ഡിങ്കിരിവാലന്മാരുണ്ടല്ലോ, അവർ ഇദ്ദേഹത്തെ കഴിയാവുന്ന എല്ലാ സ്ഥലത്തും മാന്തുകയും ചൊറിയുകയും തലക്കെട്ട് ഞൂടുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോയി. പണ്ട് ഈ തിരുവിതാംകൂർ കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവായിരുന്ന TM വർഗീസ് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്പലപ്പറമ്പിൽ കെട്ടിയിട്ട ആനയെ അങ്ങാടി പിള്ളേർ കല്ലുവലിച്ചെറിയുന്ന പോലെയാണ് എന്നാണ്. ആ അവസ്ഥയിലേക്ക് ഇദ്ദേഹം എത്തി. അദ്ദേഹത്തെ കഴിയാവുന്ന എല്ലാ രംഗത്തും അവർ താഴ്ത്തിക്കെട്ടുകയും അവഹേളിക്കുകയും ചെയ്തു. ഞാനൊരു ഒറ്റക്കൂർ ഉദാഹരണോട് പറയും. ഉദാഹരണങ്ങൾ പറഞ്ഞ് നമ്മൾ തളർന്നു പോകും. ഏറ്റവും അവസരം ഉണ്ടായ ഒരു അവഹേളനം, അത് അദ്ദേഹം തന്നെ ശ്രദ്ധിച്ചുകൊണ്ടൊന്നും എനിക്കറിയില്ല. ഇത്തവണത്തെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആലപ്പുഴക്കാരനാണ്, ശിവപ്രസാദ് എന്നാണ് ആ ധീര സഖാവിൻ്റെ പേര്. അദ്ദേഹം ആലപ്പുഴ ജില്ലക്കാരനാണ്. അപ്പോൾ ഇദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവിടുത്തെ ഒരു പഴയ സ്ഥാനമോഹി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അദ്ദേഹം ഈ ശിവപ്രസാദിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ആലപ്പുഴയിൽ നിന്ന് ഏറെക്കാലത്തിന് ശേഷമാണ് SFIക്ക് ഒരു സംസ്ഥാന നേതാവ് ഉണ്ടായിട്ടുള്ളത് എന്നും, ഇതിനു മുമ്പ് പല ആളുകളും ഉയർന്നു വന്നപ്പോൾ ഇവിടെയുള്ള ഒരു പ്രമുഖ നേതാവ് അവരെയൊക്കെ കാലെ പിടിച്ച് ചവിട്ടി താഴ്ത്തുന്ന പ്രവണതയാണ് ചെയ്തതെന്നും എന്നും പറഞ്ഞ് സുധാകരനെ പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ കഴിയാവുന്ന എല്ലാ വേദികളിലും അദ്ദേഹത്തെ താഴ്ത്തി കെട്ടാനുള്ള ശ്രമമുണ്ട്. ഇപ്പോൾ അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം സങ്കടത്തോടെ പറഞ്ഞ കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുജൻ ഭുവനേശ്വരൻ, ഈ KSUകാരനെ, NDPയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം വരുന്ന DSUകാരനെയൊക്കെ മർദ്ദനമേറ്റ് മരിച്ച ആളാണ്. അദ്ദേഹത്തെ കുറിച്ച് പോലും ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു. SFIയുടെ രക്തസാക്ഷിയാണ് ഭുവനേശ്വരൻ. പന്തളത്തൊരു പട്ടി ചത്താൽ രക്തസാക്ഷിയാവുമോ എന്ന് മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെയാണ് ഈ പുത്തൻകൂറ്റ് മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ ഒരു രീതി. ഇതിനൊക്കെ ഈ മഹാനായ മന്ത്രി സജി ചെറിയാൻ്റെ പ്രത്യക്ഷമായ അനുവാദമുണ്ട്. അതാണ് അതിലെ സജി ചെറിയാനാണ് ഇതിൽ ഒന്നാം പ്രതി. സജി ചെറിയാൻ്റെ ഭൂതഗണങ്ങളായിട്ടുള്ള ജില്ലാ സെക്രട്ടറി R നാസർ, അമ്പലപ്പുഴയിലെ നിലവിലുള്ള MLA H സലാം, ഇവരൊക്കെ ഇതിന് ഓശാനപടി ആളുകൾ. ഇതിൽ ഒന്നാം പ്രതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും സഖാവ് സജി ചെറിയാനുമാണ്. രണ്ടാം പ്രതി എന്ന് പറയുന്നത് സംസ്ഥാന നേതൃത്വമാണ്. ഈ ജില്ലാ നേതൃത്വത്തിൻ്റെ അവഹേളനവും സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിസ്സംഗതയും ആണ് ഇതുപോലെ ഒരു അപകടത്തിലേക്ക് നയിച്ചത്. അപകടം എന്നുള്ള വാക്ക് ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കുന്നത്.